ഹലോ, ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ കോട്ടയം മലരിക്കലാണ്. മലരിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആമ്പൽപ്പാടമായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും അവരുടെ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പോൾ ഒരു സമയം ഒരു 8:30-9 മണി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെട്ടം വീണ് തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ ക്യൂ ആണ്. ഒരു 5:30-6 മണി ആ ടൈം തൊട്ട് തന്നെ ഇവിടെ ആൾക്കാർ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു 9-9:30 ആയത് കാരണം പൂക്കൾ ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നവരെന്തായാലും ഒരു 6:30-7 മണിക്കുള്ളിൽ ഇവിടെ എത്താൻ ശ്രമിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന വീഡിയോ കൂടി ഇതിന്റെ ഇടയിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ അത്യാവശ്യം പൂക്കൾ കാണാൻ കഴിയുന്ന കാരണം ഞാൻ ആ ഒരു വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ റേറ്റ് ഒക്കെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് നമ്മളുടെ കൂടെ ഒരാളുണ്ട്. ഹരിയേട്ടൻ കൊച്ചനാണ്, അരുൺ എന്നാണ് കേട്ടോ പേര്. മലരിക്കല ബോട്ട് സർവീസ് ചെയ്യുന്ന ട്രസ്റ്റിലെ ഒരു മെമ്പർ കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കൊച്ചൻ നിങ്ങളോട് പറയുന്നതാണ്. നമ്മളിപ്പം മലരിക്ക ആമ്പൽപ്പാടത്താണ് വന്നിരിക്കുന്നത്. ഇത് 850 ഏക്കറാണ് ഈ ആമ്പൽപ്പാടം. തിരുവായിക്കരി പാടശേഖരമാണ്. ഇതിൽ 650 ഏക്കറോളം നിറച്ച് പൂവായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ പാടത്തിന് നടുക്ക് ദേവീക്ഷേത്രമുണ്ട്, വലിയ വീട്ടിൽ ദേവീക്ഷേത്രം. മെയിനായിട്ട് നമ്മുടെ ഗരുഡംപറവയാണ് അവിടുത്തെ ഇത്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഫോറിനേഴ്സ് ധാരാളമായിട്ട് ഇപ്പം വരുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാരും അകലെ ദൂരെയുള്ളവരാണ് കൂടുതലും വരുന്നത്. പിന്നെ ഇവിടെ അടുത്ത് മാൻട്രോ ലൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് സാഹിബിൻ്റെ കാലത്ത് നിർമ്മിച്ച ഒരു ലൈറ്റുണ്ട്. ഇത് ആമ്പൽ കാണാൻ വരുന്ന ആൾക്കാർ രാവിലെ 6 മണി തൊട്ട് ബോട്ട് സ്റ്റാർട്ട് ചെയ്യും. 6 തൊട്ട് ഒരു 10-10:30 വരെയാണ് ഇത് നല്ലതായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന സമയം. ആ സമയത്ത് വന്നാലേ ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനുള്ള ഇത് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ 10 മണി കഴിയുമ്പോൾ ഇത് മുട്ടുപോലെ അടഞ്ഞു പോകും. പിന്നെ ഇവിടെയോട്ട് വരുന്നവരുണ്ടെങ്കിൽ കോട്ടയത്തു നിന്നും 12 കിലോമീറ്റർ മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വരണം. പിന്നെ ഈ ആമ്പൽപ്പാടത്ത് ബോട്ടിങ്ങിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 2.5-3 കിലോമീറ്റർ നമ്മൾ ബോട്ടിങ് ചെയ്യുന്നതിന് 1000 രൂപയാണ്. പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം കാണുന്ന ഒരു 2.5 കിലോമീറ്റർ ഓടി വരണം. അതിന് ഒരു ട്രിപ്പ് 1000 രൂപയാണ്. പിന്നെ 100 രൂപയുടെ ട്രിപ്പുണ്ട്. അടുത്ത് അതിന് നമ്മുടെ ബോട്ടിങ് നടക്കുന്ന കടവിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലം, ഒരു അരമണിക്കൂറത്തെ ട്രിപ്പാണ്. അത് ഒരാൾക്ക് 100 രൂപ വെച്ച് ഉള്ള ഫീസാണ് കൊടുക്കുന്നത്. അപ്പോൾ മലരിക്കൽ ആമ്പൽ വസന്തത്തെ പറ്റിയിട്ടുള്ള ഏറെക്കുറെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആൾ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 100 രൂപ മുതലാണ് ഇവിടുത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഓണം വെക്കേഷനൊക്കെയാണ് വരുന്നത്. നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആമ്പൽ വസന്തം കാണാൻ വരുന്നുണ്ടെങ്കിൽ എന്തായാലും അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ താഴത്ത് കൊടുത്തേക്കാം. അപ്പോൾ ടൈം മിസ് ചെയ്യേണ്ട. രാവിലെ ഒരു 8 മണിക്ക് മുന്നേ ആയിട്ട് മാക്സിമം എത്താൻ നോക്കുക.